കോവിഡാനന്തരം മമ്മൂട്ടി തിരഞ്ഞെടുത്ത സിനിമകളും കഥാപാത്രങ്ങളും ഒട്ടുമിക്കതും കോടി ക്ലബ്ബുകളെ ലക്ഷ്യം വെച്ചുള്ളവയായിരുന്നില്ല. മമ്മൂട്ടിക്ക് ഒരു 100 കോടി ചിത്രമുണ്ടാകുമോ? മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായ പുലിമുരുകന് റിലീസ് ചെയ്തപ്പോൾ മുതലുള്ള പലരുടെയും പരിഹാസം നിറഞ്ഞ ചോദ്യമാണ് ഇത്. 2016 ഒക്ടോബറിലായിരുന്നു പുലിമുരുകന് റിലീസ് ചെയ്തത്. മോഹൻലാല് തുടങ്ങിവെച്ച 100 കോടി ക്ലബ്ബിലേക്ക് പൃഥ്വിരാജും ഫഹദും നസ്ലിനുമെല്ലാം കയറിയപ്പോഴും മമ്മൂട്ടിയെ പലരും ട്രോളി. ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ പുതിയ ചിത്രം മാർക്കോ 100 കോടി ക്ലബ്ബിൽ എത്തിയപ്പോൾ ആ പരിഹാസം നിറഞ്ഞ ചോദ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ്: മമ്മൂട്ടിക്ക് ഒരു 100 കോടി ചിത്രമുണ്ടാകുമോ? ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് മമ്മൂട്ടിയുടെ സമീപകാലത്തെ സിനിമകളുടെ തിരഞ്ഞെടുപ്പിലേക്ക്, അതിനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യത്തിലേക്കാണ്. കോവിഡാനന്തരം മമ്മൂട്ടി തിരഞ്ഞെടുത്ത സിനിമകളും കഥാപാത്രങ്ങളും ഒട്ടുമിക്കതും കോടി ക്ലബ്ബുകളെ ലക്ഷ്യം വെച്ചുള്ളവയായിരുന്നില്ല. നേരെ മറിച്ച് അയാളിലെ നടനെയും മലയാള സിനിമയെ തന്നെയും വീണ്ടും വീണ്ടും തേച്ചുമിനുക്കാന് പറ്റുന്നവയായിരുന്നു. പുഴു എന്ന സിനിമ തന്നെ ഉദാഹരണമായെടുക്കാം. ഒരു സൂപ്പർ താരത്തിന്റെ കുപ്പായം അഴിച്ചുവെച്ച് സാമൂഹ്യവ്യവസ്ഥയിൽ ഒരിക്കലും മാറാത്ത ഒരു രോഗത്തിന് അടിമയായ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി പുഴുവില് അവതരിപ്പിച്ചത്. നൻപകല് നേരത്ത് മയക്കത്തിലാകട്ടെ, ഏതൊരു നടനും ആഗ്രഹിക്കുന്ന വൈവിധ്യമാർന്ന 2 ഭാവങ്ങളാണ് അദ്ദേഹം പകർന്നാടിയതും. കാതലതി കോര് എന്ന ചിത്രത്തിലാകട്ടെ, മലയാളിയുടെ പൗരുഷത്തിന്റെ പ്രതീകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മമ്മൂട്ടി ക്വിയര് കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. തന്റെ സ്വത്വം തുറന്നു പറയാന് മാത്യു ദേവസിക്ക് ആദ്യം കഴിയാതെ വരുന്നതും അത് അയാളിൽ ഉണ്ടാക്കുന്ന ആത്മസംഘർഷങ്ങളും മമ്മൂട്ടിയിലൂടെ കാണുമ്പോൾ അത് പ്രേക്ഷകർക്കും ഒരു തിരിച്ചറിവാണ്. സമൂഹത്തിലെ ഇത്തരം മാത്യു ദേവസ്യമാരുണ്ടെന്ന തിരിച്ചറിവ്. കാതലിലൂടെ ക്വിയർ ലൈഫ് എന്നത് കോമൺ ആണെന്നും നോർമൽ ആണെന്ന് അദ്ദേഹം മലയാള സിനിമയെയും പ്രേക്ഷകരെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഈ കഥാപാത്രങ്ങളൊന്നും ഒരു സൂപ്പർ താരത്തെ ആഘോഷിക്കും വിധമുള്ളവല്ല. നേരെ മറിച്ച് മമ്മൂട്ടിയിലെ നടന്റെ പുതിയ സാധ്യതകൾ തേടി പോകുന്നവയായിരുന്നു. ഇതില് റോഷാക്ക്, നൻപകല് നേരത്ത് മയക്കം, കാതല് തുടങ്ങിയ സിനിമകള് അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചതും. മമ്മൂട്ടിയുടെ സമീപകാല റിലീസുകളില് കൊമേഴ്സ്യല് ചേരുവകള് കൊണ്ട് സമ്പന്നമായ സിനിമ ടർബോ മാത്രമായിരുന്നു. അവിടെയും തന്റെ 73-ാം വയസ്സില് ആക്ഷന് രംഗങ്ങള് കൊണ്ട് തന്നിലെ നടനെ തൃപ്തിപ്പെടുത്താനാകാം അദ്ദേഹം നോക്കിയത്. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.